പത്തനംതിട്ടയിൽ 20-അംഗ സംഘത്തെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ SI ജിനുവിന് ഗുരുതര വീഴ്ചയെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. പത്തനംതിട്ട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ മർദ്ദനമേറ്റവരുടെ മൊഴി രേഖപ്പെടുത്തി. പരിക്കേറ്റവർ ചികിത്സയിൽ കഴിയുന്ന പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെത്തിയാണ് മൊഴി രേഖപ്പെടുത്തിയത്. ശക്തമായ നടപടിയും അന്വേഷണവും ഉണ്ടാകുമെന്ന് പത്തനംതിട്ട ഡിവൈഎസ്പി PS നന്ദകുമാർ പറഞ്ഞു. ഒന്നും പറയാനില്ല, ഞാൻ കേസ് അന്വേഷിക്കട്ടെ. അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കണം. അതെ അതെ, ഉറപ്പായിട്ടും. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീരാജ് ബാബു ചേർന്നു. ശ്രീരാജ്, സംശയാസ്പദമായ രീതിയിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വെറുതെ നിന്നവരെ പോലീസ് വന്ന് ലാത്തി ചാർജ് ചെയ്യുകയാണ്, ലാത്തി കൊണ്ട് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു എന്നാണ് ഇവരുടെയൊക്കെ മൊഴിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രഥമ ദൃഷ്ട്യാ തന്നെ അവിടെ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ കുറ്റക്കാരനാണെന്ന് തെളിവാണ്. CCTV ദൃശ്യങ്ങളടക്കം ഇനി പരിശോധിക്കേണ്ടതുണ്ട്. ഈ ഉദ്യോഗസ്ഥനെതിരായ നടപടി എങ്ങനെയാണ്? തീർച്ചയായും ചെയ്തു. വലിയ വീഴ്ചയാണ് പത്തനംതിട്ട SI ജിനുവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ രാത്രി 11 മണിയോടുകൂടി ഒരു കാരണവുമില്ലാതെ റോഡരികിൽ നിന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സംഘത്തിന് നേരെ അക്രമം അഴിച്ചുവിടുകയായിരുന്നു. മഫ്തിയിലായിരുന്നു ഇവർ എത്തിയിരുന്നത്. സിവിൽ ഡ്രസ്സിലെത്തിയ സംഘം വനിതകൾ ഉൾപ്പെടെയുള്ളവരോട് ഒരു കാര്യവും തിരക്കാതെ, എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് പോലും തിരക്കാതെ ലാത്തി ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് മർദ്ദിക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഗുരുതരമായ വീഴ്ച പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത്. കാരണം ഇവർ മർദ്ദിക്കുന്നു, പോലീസ് ലാത്തി ഉപയോഗിച്ച് മർദ്ദിക്കുന്നു, സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഓടുന്നതിനിടയിൽ അവർ വീണു പരിക്കേൽക്കുന്നു. ഇതെല്ലാം പോലീസ് കണ്ടു നിൽക്കുകയാണ്. പോലീസ് അവിടെ ആ മർദ്ദനം തുടരുന്നു. പോലീസ് ആ ജീപ്പിൽ കയറി തിരികെ പോകുന്നു. ഇവർ സ്വന്തമായി അവർ വന്ന വാഹനത്തിലാണ്, അവരാണ് ഈ ആശുപത്രിയിൽ എത്തുകയും അവർക്ക് വേണ്ട അടിയന്തര ചികിത്സ ഉറപ്പാക്കുകയും ചെയ്തത്. എന്നിട്ടും 2:30 മണിവരെയും പോലീസ് ഉദ്യോഗസ്ഥരാരും തന്നെ ഈ പരിക്കേറ്റവരെടുത്തേക്ക് വരികയോ ഇതിനെപ്പറ്റി മറ്റു വിശദാംശങ്ങൾ എന്തെങ്കിലും തിരക്കുകയോ ചെയ്തിട്ടില്ല. 2:30 മണിക്കാണ്, നമ്മൾ ആ സമയത്ത് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലുണ്ട്. ആ സമയത്ത് 2:30 മണിക്കാണ് പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ എത്തുന്നതും ഇവരോട് വിവരങ്ങൾ ചോദിക്കുന്നതും. അത്തരത്തിൽ ഗുരുതരമായ വീഴ്ച പോലീസിൻ്റെ ഭാഗത്തു നിന്നും തുടക്കം മുതൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. കാരണം പോലീസ് ഉദ്യോഗസ്ഥർ അതിന് പറയുന്ന ന്യായീകരണം, ഇവർ അവിടെ ഒരു സംഘർഷം നടക്കുന്നതായി ഇവർക്ക് ഒരു വിവരം ലഭിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പത്തനംതിട്ട KSRTC ബസ് സ്റ്റാൻഡിന് അടുത്തേക്ക് വന്നത് എന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ സാമാന്യ ബുദ്ധിയിൽ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഒരു സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഒരു സംഘം അവിടെ നിൽക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു വിവരം അവർക്ക് കിട്ടിയാൽ പോലും ആദ്യം ചെയ്യുക എന്താണ് അവിടെ പ്രശ്നമെന്ന് വന്ന് തിരക്കുകയാണ് ചെയ്യുക. പക്ഷേ അതൊന്നും ഉണ്ടായില്ല. നേരെ വന്ന് മർദ്ദിച്ച് ഇവരെ അടിച്ചോടിക്കുന്ന സാഹചര്യമായിരുന്നു സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരൊക്കെ നേരെ ഈ പോലീസ് നടത്തിയത്. ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ പോലും ആ കൂട്ടത്തിൽ ഇല്ലായിരുന്നില്ല. മഫ്തിയിലായിരുന്നു, സിവിൽ ഡ്രസ്സിലായിരുന്നു ഈ പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ ഉണ്ടായിരുന്നത്. നമുക്ക് അവിടെ നിന്നും ദൃക്സാക്ഷികൾ പറയുന്ന വിവരമനുസരിച്ച്, അത് നമുക്ക് ഉറപ്പുള്ള കാര്യമല്ല, ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ മദ്യപിച്ചിട്ടായിരുന്നു അവിടെ എത്തിയതെന്നാണ് അവിടെ കണ്ടു നിന്ന ദൃക്സാക്ഷികൾ ഉൾപ്പെടെ പറയുന്നത്. അത്തരത്തിൽ ഗുരുതരമായ വീഴ്ച തുടക്കം മുതൽ തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. നിലവിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെത്തി ഡിവൈഎസ്പി S നന്ദകുമാർ ഇവരുടെ മൊഴിയെടുത്തിട്ടുണ്ട്. കൃത്യമായ അന്വേഷണം ഇതിന്മേൽ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും അവർ നിലവിൽ ശ്രീജിത്താണ്, കാഞ്ഞിരപ്പള്ളി സ്വദേശി. അദ്ദേഹത്തിൻ്റെ തല ഉൾപ്പെടെ അടിച്ചു പൊട്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഭാര്യ സിത്താരയുടെ കൈയാണ് ഒടിഞ്ഞിട്ടുള്ളത്. ആദ്യം നമ്മളോടാണ് സിത്താര പ്രതികരിച്ചത്. സിത്താര പറഞ്ഞത് സിത്താരയോടൊന്നും ഒരു കാര്യവും തിരക്കിയില്ല, വന്ന് അവർ അവിടെ സെൽഫി എടുത്ത് നിൽക്കുന്നു. അവിടെ റോഡരികിൽ അവർ നിന്നു, ശ്രീജിത്തുമായി സെൽഫി എടുത്തു. ഏകദേശം ഈ സംഭവത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇവരൊരു വിവാഹം കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഒരു സ്ഥലത്തേക്ക് ഇറങ്ങുന്നു. അവിടെ നിന്ന് അവർ ഈ സെൽഫിയൊക്കെ എടുക്കുന്ന സമയത്ത് പോലീസ് വന്ന് ഒരു പ്രകോപനവുമില്ലാതെ തല്ലുകയായിരുന്നു. അങ്ങനെയല്ലേ? അതെ, അങ്ങനെ തന്നെയാണ്. ഇവർ അടൂരിൽ ഒരു വിവാഹ ചടങ്ങിന് പങ്കെടുത്ത ശേഷം തിരികെ വരികയായിരുന്നു. വന്ന് പത്തനംതിട്ട KSRTC ബസ് സ്റ്റാൻഡിന് സമീപം ഒരാളെ ഇറക്കാനായിട്ടാണ് അവർ അവിടെ വാഹനം നിർത്തിയത്. അപ്പോൾ ആ ആളെ കൂട്ടിക്കൊണ്ട്, ഒരു സ്ത്രീ ആയിരുന്നു, ആ സ്ത്രീയെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് സ്ത്രീയുടെ ഭർത്താവ് വരുന്നത് വരെ അവരവിടെ കാത്തു നിന്നു. ഈ സമയം ശ്രീജിത്തിൻ്റെ ഭാര്യ സിത്താര ഉൾപ്പെടെയുള്ള ഒരു 5-6 പേർ ബസ്സിൽ നിന്നും പുറത്തിറങ്ങി അവിടെ സെൽഫി എടുത്തുകൊണ്ട് നിൽക്കുന്ന, ഇത്രയും സമയം മാത്രമാണ് അവർ അവിടെ
ചിലവഴിച്ചത്. ഈ സമയം പോലീസ് വാഹനം വളരെ വേഗത്തിലെത്തുകയും വാഹനത്തിൽ നിന്നും ഈ SI ജിനുവിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇറങ്ങി അതിക്രൂരമായി ഇവരെ മർദ്ദിക്കുകയുമായിരുന്നു അവിടെ നടന്നത്. ഇതായിരുന്നു അവിടെ നടന്നത്. ഇതിന് പോലീസ് പറഞ്ഞ ന്യായീകരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അവിടെ നിന്നും ഒരു വിവരം ശരി ലഭിച്ചു. ശ്രീരാജ്, എന്താണെങ്കിലും ഈ കുറ്റക്കാരായ ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകട്ടെ. ഇവിടെ പട്ടാപ്പകൽ ഈ ഓരോരുത്തരെ അടിച്ച് ഇഞ്ചപ്പരുവമാക്കിയതിനെയൊക്കെ രക്ഷാപ്രവർത്തനം എന്നൊക്കെ വിലയിരുത്തിയൊരു നാടാണ്. അപ്പോൾ ഇതിനെങ്കിലും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഒരു സംഘം അവിടെ സംശയാസ്പദമായ രീതിയിൽ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അതിനിടയിൽ സംഘർഷം നടക്കുന്നു എന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ വന്നതാണ്, അതിനെ തുടർന്ന് മർദ്ദിച്ചതാണ് എന്ന് പറയുന്ന ന്യായീകരണങ്ങളൊന്നും വിലപ്പോകുന്നതുമല്ല. ഈ നടപടി ഉണ്ടാകും എന്ന് പറയുന്നതല്ലാതെ ശക്തമായ നടപടി ഇവർക്കെതിരെ ഉണ്ടാകട്ടെ. ശരി ശ്രീരാജ്.